ആദ്യ OTT അപ്ഡേറ്റ് തമിഴ് സിനിമേന്റെ തന്നെയാണ്. സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് പൂക്കി എന്നാണ്. എന്തായാലും ജെൻസി ലവ് സ്റ്റോറിയാണ് പടത്തിന്റെ പ്ലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മാർച്ച് മാസം സിനിമ Z5 ഈ വരുന്ന മാർച്ച് 13-നാണ് തമിഴ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. Z5 കാത്തിരിക്കാൻ നമുക്ക് പൂക്കി എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് മലയാളത്തിലാണ്. നമ്മുടെ ഷെയ്ംടോ ചാക്കോക്ക് അഭിനയിച്ച ഒരു സിനിമയാണ് സുക്രൻ എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് ആണ് പടത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. മാർച്ച് മാസമാണ് 13-ന് പടവും OTT റിലീസ് ചെയ്യുന്നത്. മലയാളം പകർപ്പിൽ മാത്രമായിട്ടായിരിക്കും സൺനെക്സ്റ്റിലെ സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ശുക്രൻ എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് മാർച്ച് 13-ന്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് തെലുങ്കുന്നാണ്. എന്നാൽ പോലും നമുക്ക് ഇതിന്റെ ഡബ് വേർഷൻ തമിഴിൽ കാണാൻ സാധിക്കും. കപ്പിൾ ഫ്രണ്ട്ലി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. സിനിമയുടെ OTT അവകാശങ്ങൾ നമ്മുടെ ആമസോൺ പ്രൈം ആണ് മേടിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഈ വരുന്ന മാർച്ച് മാസമാണ് 13-ന് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതും ഓൾമോസ്റ്റ് ഒരു പ്രണയ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് മാർച്ച് 13-ന് കപ്പിൾ ഫ്രണ്ട്ലി സിനിമയുടെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് മാർവൽ ആരാധകർക്ക് തന്നെയാണ്. ഡെയർ ഡെവിൽ ബോൺ അഗെയിൻ എന്ന സീസൺ 2 എന്തായാലും പുറത്തു വരാൻ പോവുകയാണ് മാർച്ച് മാസം. ഈ മാസം 25-ാം തീയതിയാണ് വരാൻ പോകുന്നത്. നമുക്ക് തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും ഇംഗ്ലീഷിലും കാണാൻ സാധിക്കും നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. കാത്തിരിക്കാം നമുക്ക് ഈ ഒരു സീസൺ 2-നായിട്ട്. അടുത്ത OTT അപ്ഡേറ്റും ബോയ്സ് എന്ന സീസൺ ആരാധകർക്ക് തന്നെയാണ്. ബോയ്സിന്റെ 5-ാമത്തെ സീസൺ ഈ വരുന്ന ഏപ്രിൽ 8-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആമസോൺ പ്രൈമില്. നമുക്കിത് മലയാളത്തിലും അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് പകർപ്പിൽ കാണാൻ സാധിക്കും നമുക്ക് ഏപ്രിൽ 8-ാം തീയതി. കാത്തിരിക്കും നമുക്ക് ബോയ്സിന്റെ സീസൺ 5-നായിട്ട് ആമസോൺ പ്രൈമിലൂടെ. അടുത്ത OTT അപ്ഡേറ്റ് ഒരു ആനിമേറ്റഡ് സീരീസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് സിനിമയാണ്. സുട്ടോപ്പിയ എന്ന് പറഞ്ഞ സിനിമ 2-ാം ഭാഗം ഈ വരുന്ന മാർച്ച് 13-നാണ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കാണാൻ സാധിക്കും. നമ്മുടെ സുട്ടോപ്പിയ സിനിമയുടെ 2-ാം ഭാഗം ഒരു ആനിമേറ്റഡ് സിനിമയാണ്. ഹോളിവുഡിൽ തന്നെ നല്ലൊരു കളക്ഷൻ നേടിയെടുത്ത സിനിമയും കൂടിയാണിത്. അടുത്ത OTT അപ്ഡേറ്റ് രവിതേജൻ വരാൻ പോകുന്ന ഭരത മഹാസുക്കില വിഗനപുതി എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. തെലുങ്ക് സിനിമയാണ്, അതാണ് പേര് ഇങ്ങനെ വന്നത്. എന്തായാലും മാർച്ച് 13-ന് ഒരു തെലുങ്ക് സിനിമ Z5 നമുക്ക് തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷയിൽ കാണാൻ സാധിക്കും നമുക്ക് രവിതേജന്റെ ഈ ഒരു സിനിമ. കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റും തെലുങ്ക് സിനിമയെന്നാണ്. എന്നാൽ പോലും നമുക്ക് ഡബ് ചെയ്ത് കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ഫംഗി എന്ന സിനിമയ്ക്കാണ് പേര് നൽകിയിരിക്കുന്നത് ഈ ഒരു തെലുങ്ക് സിനിമയ്ക്ക്. സിനിമ ഈ വരുന്ന മാർച്ച് 13-ന് നെറ്റ്ഫ്ലിക്സിൽ തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷയിൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ് ഫംഗി എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാൻ നമുക്ക് ഫംഗി സിനിമേന്റെ OTT റിലീസിനായിട്ട് മാർച്ച് 13-ാം തീയതി. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞ സിനിമേന്റെ തന്നെയാണ്. നമ്മുടെ കബീർ സിംഗ് അഭിനയിച്ച മറ്റൊരു മലയാള സിനിമയാണ് വരാൻ പോകുന്നത്, കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞ സിനിമ. Z5 ഈ വരുന്ന മാർച്ച് മാസം 20-ാം തീയതിയാണ് കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞ മലയാള സിനിമ OTT റിലീസിന് വരാൻ പോകുന്നത് Z5 സി മലയാളത്തില്. കാത്തിരിക്കാൻ നമുക്ക് മാർച്ച് 20-ാം തീയതി. നിലവിലെ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് പെണ്ണും പോരാട്ടം എന്ന് പറഞ്ഞ സിനിമേന്റെ തന്നെയാണ്. ഒരു പ്രണയകഥയും അതുപോലെ തന്നെ ഒരു പട്ടിവേട്ടയുമാണ് പടത്തിന്റെ പ്ലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ. എന്തായാലും പടത്തിന്റെ OTT റൈറ്റ്സ് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയത്. ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഇപ്പോൾ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ് മാർച്ച് മാസം 13-ാം തീയതി മുതൽ. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഒരു പോലീസ് സിനിമ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് യോഗിഡ എന്നാണ്. എന്തായാലും മാർച്ച് 13-നാണ് ഈ ഒരു തമിഴ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത് ആഹാ തമിഴിലൂടെ. അതും ഈ വരുന്ന മാർച്ച് 13-ാം തീയതി. കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു പോലീസ് സിനിമയ്ക്കായിട്ട് യോഗിത സിനിമേന്റെ OTT റിലീസ് മാർച്ച് 13-ന്. അടുത്ത OTT അപ്ഡേറ്റ് ബോളിവുഡ് സിനിമയായ നമ്മുടെ സിത്താര സമീൻ പർ എന്ന് പറഞ്ഞ അമീർ ഖാൻ നിർമ്മിച്ച, അമീർ ഖാൻ തന്നെ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച ഒരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണ്. പടം നിലവിൽ യൂട്യൂബിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്, റെന്റ് ഫോർമാറ്റിൽ പൈസ കൊടുത്ത് കാണാൻ വന്ന രീതിയിൽ. എന്തായാലും പടം നിലവിൽ ഇപ്പോൾ OTT റിലീസിന് വിറ്റിരിക്കുകയാണ് സോണി ലെവല്. അദ്ദേഹം പറഞ്ഞാണ് ഇത് OTT റിലീസുകാർക്ക് കൊടുക്കത്തില്ല, യൂട്യൂബിൽ റെന്റ് ഫോർമാറ്റിൽ മാത്രം അവൈലബിൾ ആവുള്ളൂ എന്ന്. എന്തായാലും യൂട്യൂബിൽ വൈൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട്, ആരും കാണുന്നില്ല നിലവിൽ. എന്തായാലും ഇപ്പോൾ സോണി ലിവ് മേടിച്ചിട്ടുണ്ട്. എന്തായാലും സോണി ലിവിൽ എന്തായാലും മാർച്ച് 20-ാം തീയതി പ്രീമിയർ ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്ന പല ഭാഷകളിലായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ അനുപമയോടെ വരാൻ പോകുന്ന സിനിമയാണ് ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമസോൺ പ്രൈമില്. അതും തമിഴ്, തെലുങ്ക്, ഹിന്ദി പകർപ്പിലായിട്ട് ആമസോൺ പ്രൈമിൽ. കാത്തിരിക്കാൻ നമുക്ക് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട് ആമസോൺ പ്രൈമിലൂടെ. അതുപോലെ തന്നെ ഇന്ന് OTT റിലീസ് ചെയ്ത മറ്റൊരു മലയാള സിനിമയാണ് പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമ. നിഖില വിമലാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ചിരിക്കുന്നത്. മലയാളം പകർപ്പിലായിട്ട് ഇപ്പം നിലവിൽ നമ്മുടെ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും വരും ദിവസങ്ങൾ മൾട്ടി ലാംഗ്വേജസ് അവൈലബിൾ ആവാൻ ചാൻസ് കാണുന്നുണ്ട് പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാൻ നമുക്ക് നിഖില വിമൽ അഭിനയിച്ച മലയാള സിനിമയിൽ നല്ല അഭിപ്രായങ്ങൾക്കായിട്ട് OTT റിലീസിന് ശേഷം. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് കറുപ്പ് പൾസർ എന്ന് പറഞ്ഞ സിനിമേന്റെ തന്നെയാണ്. എന്തായാലും തമിഴ് പകർപ്പല്ലാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്ന ടെൻകോട്ടയില്. നമ്മുടെ ഗിത്തു ദിനേശ് അഭിനയിച്ച സിനിമയും കൂടിയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മാർച്ച് 13-ന് ടെൻകോട്ടയില് ഈ ഒരു സിനിമേന്റെ OTT റിലീസിനായിട്ട്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.